ഒരു 6ാം ക്ലാസ് വരെ ഞാൻ ദൈവത്തിൻ്റെ ആളായിരുന്നു. ഈശ്വര വിശ്വാസം ഞാൻ വെടിഞ്ഞപ്പോഴും ഞാൻ വിശ്വാസികളെ ശത്രുവായിട്ട് അന്ന് കണ്ടില്ല, ഇപ്പോഴും കാണുന്നില്ല. ഞാൻ പുസ്തകം വായിച്ചപ്പെടുത്ത ആളല്ല. ഒരു ചെറിയ കാറ്റൊന്നും വീശിയാൽ ഞാൻ വീണു പോകില്ല. ജീവിതം ഒരു വലിയ ശക്തിയാണ്. അച്ഛൻ ഞാൻ ശരിക്കും ധീരനായിരുന്നു, ധീരൻ. പഴയ തലമുറ എന്നെ അറിയുന്നത് ബിനോയ് വിശ്വമായിട്ടല്ല, CKയുടെ മകൻ എന്നാണ് എൻ്റെ ബൈബിലാസ്. അവിടെയൊക്കെ CPI സെക്രട്ടറിയാണ്, നേതാവാണെന്ന് നോക്കിയാൽ അങ്ങനെയുള്ള ആളുടെ കണ്ടെന്നറിയാമോ? ബിനോയ് വിശ്വം എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ, ബിനോയ് വിശ്വം എന്ന രാഷ്ട്രീയ നേതാവിനെ, ബിനോയ് വിശ്വം എന്ന പ്രാസംഗികനെ, എഴുത്തുകാരനെ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അറിയാത്ത ഒരു ബിനോയ് വിശ്വത്തിനെ പരിചയപ്പെടാൻ അറിയാനുമുള്ള ഒരു ചെറിയ ശ്രമം നടത്തി നോക്കുകയാണ്. വിജയിക്കുമെന്ന് കരുതുന്നു. ഞാൻ നിങ്ങളെ 60കളിലെ വൈക്കത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ രാവിലെ എണീറ്റ് വൈക്കത്ത് അഷ്ടമി ഉത്സവം നടക്കുന്ന സമയത്ത് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി രാവിലെ എണീറ്റ് അമ്പലക്കുളത്തിൽ ചാടി പോയി ദൈവത്തിനെ കാണുന്ന ഉത്സവത്തിന്റെ ഭാഗമാകുന്ന ഒരു 10ാം ക്ലാസ്സുകാരനുണ്ട്. അതോടൊപ്പം വീട്ടിൽ അമ്മമ്മ വൈകുന്നേരം കത്തിച്ചു വെക്കുന്ന വിളക്കിന് മുന്നിലിരുന്ന് നാമം ചൊല്ലുന്ന അല്ലെങ്കിൽ അമ്മമ്മ പറയുന്ന കഥകൾ, മഹാഭാരത കഥകളൊക്കെ കേൾക്കുന്ന ഒരു 10ാം ക്ലാസ്സുകാരനുണ്ട്. ആ 10ാം ക്ലാസ്സുകാരിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ആ 10ാം ക്ലാസ്സുകാരൻ എവിടെ? തുടങ്ങേണ്ടത് അപ്പോഴല്ല, പുറകിലാണ്. 10ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ദൈവത്തെ മറന്നുപോയി, ഞാൻ ദൈവത്തെ വിട്ടു. ഒരു 6ാം ക്ലാസ് വരെ ഞാൻ ദൈവത്തിൻ്റെ ആളായിരുന്നു. ഇതെല്ലാം ഉണ്ടായത് ആ കാലത്താണ്. നല്ല തണുപ്പുള്ള ദിവസം രാവിലെ തണുപ്പൊന്നും വകവയ്ക്കാതെ കുളിച്ച് ഞങ്ങൾ വൈക്കത്തമ്പലത്തിൽ ഒരു വലിയ സെറ്റ് ചെറുപ്പ കുട്ടികൾ പോകുമായിരുന്നു തൊഴാൻ വേണ്ടി. അതെല്ലാമാണ് ആ കാലത്ത്. പക്ഷെ ഒരു 7ാം ക്ലാസ് 8ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ ഒന്ന് മാറി. ആ മാറ്റം പിന്നെ കുറ്റമൊന്നുമല്ല. അല്ല, കുറ്റമായിട്ടല്ല ചോദിച്ചാൽ, മാറാനുള്ള വായനയാണോ? എന്താണ് ആ ഒരു, ഏതായിരുന്നു ആ നിമിഷം? ഇതല്ല, അല്ലെങ്കിൽ വിശ്വാസമല്ല, ഈശ്വര വിശ്വാസം, ഭക്തി വേണ്ട എന്ന് തീരുമാനിച്ച, ഇതല്ല വഴിയെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം? ഈശ്വര വിശ്വാസം ഞാൻ വെടിഞ്ഞപ്പോഴും ഞാൻ വിശ്വാസികളെ ശത്രുവായിട്ട് അന്ന് കണ്ടില്ല, ഇപ്പോഴും കാണുന്നില്ല. ഞാൻ അതാ ചോദിച്ചത്, ഈശ്വര വിശ്വാസം മാറ്റി ഞാൻ അതാ ചോദിച്ചത്. അതാ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി. ഞാൻ വിശ്വാസിയല്ല ഇപ്പം. എനിക്ക് മനസ്സിലായി അതല്ല സത്യമെന്ന്. പക്ഷേ ഒരിക്കലും ഞാൻ വിശ്വാസികളെ ആക്ഷേപിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. വായന ഒരു വലിയ ഘടകമായിരുന്നു. അന്ന് ഇതിനേക്കാൾ വായിക്കുമായിരുന്നു. ആ വായനയാണ് എന്നെ ഒരു പുതിയ ലോകത്തെപ്പറ്റിയും പുതിയ അറിവുകളെ പറ്റിയും ചിന്തിക്കാനും അറിയാനും സഹായിച്ചത്. അതിലൂടെയാണ് ഞാൻ അതിനു മുമ്പുള്ള കാലത്ത്, എൻ്റെ ചെറുപ്രായത്തിൽ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് കൂടെ കൊണ്ടു നടന്ന ആ വഴി വിട്ടിട്ട് വേറൊരു വഴിയിലേക്ക് മെല്ലെ നീങ്ങിയത്. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാനൊരു ഭൗതികവാദിയാണെന്ന് പറയാൻ ഒരു മടിയും എനിക്കില്ല. ഞാൻ മതവിശ്വാസി അല്ല എന്ന് എന്നെ വിളിക്കുന്ന ഏത് മതയോഗത്തിലും ഞാൻ പറയാറുണ്ട്. പലപ്പോഴും പലരും ചോദിക്കും അതൊക്കെന്തിനാ പറയണമെന്ന്. എൻ്റെ വിശ്വാസം നമ്മൾ ആരാണെന്ന കാര്യം മറച്ചു വയ്ക്കാൻ പാടില്ല. ആ വേദിക്ക് ഇഷ്ടമുള്ളത് നോക്കി ഞാൻ പറഞ്ഞിട്ടുമില്ല. വേദിക്ക് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നമ്മളെ എന്നിലെ എന്നെ മറച്ചു വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് ഏത് യോഗമായാലും ഞാൻ അവിടുത്തെ ഒരു താൽക്കാലിക പ്രീതിക്ക് വേണ്ടി എൻ്റെ നിലപാടുകൾ, വ്യക്തിത്വങ്ങൾ, എൻ്റെ വിശ്വാസങ്ങൾ വെള്ളം ചേർത്തിട്ടേയില്ല. അങ്ങനെയാണ് ഞാൻ വളർന്നു വന്നത്. സഹായിച്ചത് വായനയാണ്. ശരിക്കും വേറൊരു വലിയ കുറ്റബോധമുണ്ട്. ഐ ഹാവ് ടു കൺഫസ് ഇറ്റ്. ഞാൻ ഇന്ന് വായിക്കുന്നത് വളരെ വളരെ ചുരുക്കമാണ്. എനിക്ക് എൻ്റെ ഉള്ള ബലം എന്ന് പറഞ്ഞാൽ പഴയ വായനയാണ്. പഴയ വായനയുടെ പുറത്താണ് ഇപ്പം ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുന്നത്. പുതിയ വായനയിൽ ഞാൻ എന്നെപ്പറ്റി പറയും, ഞാൻ കുറ്റവാളിയാണ്. ഞാൻ വായിക്കുന്നില്ല. വായിക്കുന്നുണ്ട് അല്ലതൊക്കെ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ വായിക്കേണ്ട അളവിലുള്ള വായന ഇരിക്കുന്നില്ല. അത് ന്യായമൊന്നും പറയാനല്ല. ഇറ്റ്സ് മൈ ഫോൾട്ട്. അച്ഛനും അമ്മയും പരിചയപ്പെടാൻ കാരണം കമ്മ്യൂണിസമാണ്. അപ്പം അവിടെ മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ഒരു അനുഭാവം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലപ്പുറം കമ്മ്യൂണിസം, ഈ ആശയത്തോട് വേണമെങ്കിൽ ജീവിതത്തിന്റെ തുടക്കം അവിടെ നിന്ന് വേണമെങ്കിൽ പറയാം. ആ കാലമൊക്കെ പറയുമ്പം എനിക്കൊരു സങ്കടം വരും. അത് ദുഃഖത്തിന് സങ്കടമല്ല, ഒരു വൈകാരിക വിക്ഷോഭം ഉണ്ടാകും മനസ്സിൽ, ഒരു വേലിയേറ്റം ഉണ്ടാകും. അച്ഛനെയും അമ്മയും അപ്പയെ ഓർക്കും, വൈക്കത്തെ പറ്റി ഓർക്കും,
വൈക്കത്തെ പഴയ സഖാക്കളെ ഓർക്കും. അവരൊക്കെ ഭാര്യയ്ക്ക് ഒരു തരം സ്നേഹം ഓർക്കും. ഞാൻ പുസ്തകം വായിച്ചല്ല കമ്മ്യൂണിസ്റ്റ് ആയത്. അത് ഞാൻ തെറ്റിപ്പോയി ആയിട്ട് പറഞ്ഞപ്പോൾ. ഞാൻ പുസ്തകം വായിച്ച കമ്മ്യൂണിസ്റ്റ് അയാളല്ല. അച്ഛൻ്റെ അമ്മ ഒരു എഴുത്തും വായനയും അറിയാത്ത അമ്മമ്മയാണ്. സ്കൂളിൽ പോയിട്ടില്ല. എനിക്ക് മഹാത്ഭുതമാണ് ഇപ്പോഴും. പള്ളിക്കൂടത്ത് പോകാത്തൊരു പ്രായമായ സ്ത്രീക്ക് മഹാഭാരതവും രാമായണവും അറിയാവുന്ന മാത്രമല്ല, അതിൽ ഓരോ കഥാപാത്രങ്ങളും നൂറുകണക്കിനുണ്ടല്ലോ അവരുടെ പരസ്പര ബന്ധം, അതെല്ലാം ലിങ്കെല്ലാം അല്പം പോലും മാറിപ്പോകാതെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാനും പറയാനും എല്ലാം കഴിയുന്നൊരു അത്ഭുതമായിരുന്നു എൻ്റെ അമ്മമ്മ. അമ്മമ്മയ്ക്ക് നിർബന്ധമായിരുന്നു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നാമം ജപിക്കണം. കളിക്കാനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നിർബന്ധമായിട്ടും പിടിച്ച് കയ്യും കാലും എല്ലാം കഴുകിച്ച് ഒരു വിളക്ക് കൊളുത്തി വെച്ച്, ഞങ്ങൾ 3 മക്കളാണ്, അച്ഛൻ്റെ മക്കൾ 3 പേരാണ്, ഞങ്ങളെ അടുത്തിരുത്തിയിട്ട് അമ്മമ്മ പറയും പ്രാർത്ഥന നാമം ജപിക്കാൻ പറയും. രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അമ്മമ്മ പെട്ടെന്ന് ഉടനെ ഒരു ട്വിസ്റ്റാണ്. ഓ, ആ കാലം എന്തൊരു കാലമായിരുന്നു അത്. മനുഷ്യരാകെ പ്രയാസപ്പെട്ട ദുരിതം തിന്ന കാലം. കഴിക്കാനുമില്ല, ഉടുക്കാനുമില്ല, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രം. പാവങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത കാലമായിരുന്നു അത്. അവർക്ക് ശബ്ദം ഉണ്ടാക്കിപ്പോയാൽ അടിയും ഇടിയും ജയിലും. അന്നാണ് അവർക്ക് വേണ്ടി എൻ്റെ വിശ്വൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മകനാണ് എൻ്റെ അച്ഛൻ. വിശ്വൻ എന്തോരം സഹിച്ചു, എത്ര മർദ്ദനയേറ്റു, എത്ര ജയിലിൽ കിടന്നു, എത്രയോ കാലം ഒളിവിൽ ജീവിച്ചു. അതൊന്നും മറക്കാൻ പറ്റില്ല എന്നിങ്ങനെ ആ കാലം പറയും. ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്, ഏതോ ഒരു ശരിക്ക് വേണ്ടിയാണ് എൻ്റെ അച്ഛൻ ഇതൊക്കെ സഹിച്ചതെന്ന്. അപ്പം ആ ശരി എനിക്കറിയില്ലെന്ന് എന്താണത്. പക്ഷെ ഏതോ ശരിയുണ്ട് അതിനകത്ത്. ഇത്രയും ത്യാഗം സഹിച്ച് ഒരു മനുഷ്യൻ അടിയും ഇടിയും എല്ലാം കൊള്ളാൻ തയ്യാറായി. പോലീസിനെ നേരിട്ടുകൊണ്ട് തന്നെ ജയിലിൽ കിടന്നും ഒളിവിൽ കഴിഞ്ഞുമെല്ലാം ഒരുപാട് കൊല്ലങ്ങൾ, 1-2 ആഴ്ചയൊന്നുമില്ല, കൊല്ലങ്ങൾ കഴിയാൻ ഒരാൾ തയ്യാറാകണമെങ്കിൽ അതിനകത്ത് ഒരു ശരിയുണ്ട്. എനിക്കപ്പം ശരി അറിയില്ല. എൻ്റെ മനസ്സിലും എൻ്റെ ചേച്ചിയുടെ മനസ്സിലും അനിയൻ്റെ ഉള്ളിലും അന്നുണ്ടെങ്കിൽ തോന്നലായിരിക്കും ആ ശരിക്കൊപ്പം നിൽക്കണമെന്ന്. അങ്ങനെയാണ് ഞാനൊക്കെ കമ്മ്യൂണിസ്റ്റ് ആയത്. പിന്നെയാണ് ഞാൻ വായിച്ചത്. അല്ല, ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരിക്കലും പുസ്തകം വായിച്ച് കമ്മ്യൂണിസ്റ്റ് അയാളല്ല. പക്ഷെ പിന്നെ ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ഒരു ശക്തി എനിക്കുണ്ട്. ഒരു ചെറിയ കാറ്റൊന്നും വീശിയാൽ ഞാൻ വീണു പോകില്ല. അത് മാർക്സിസത്തിൻ്റെ കരുത്താണ്, ആ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ കരുത്താണത്. എതിർപ്പുകളും ഒക്കെ വന്നാലൊന്നും വീണു പോകില്ല, നിൽക്കുന്ന ഭാഗത്തുനിന്ന് മാറിപ്പോകില്ല. ഇതാണ് ശരിയെന്ന് ഉറച്ച ബോധ്യമുണ്ട്. ഈ ശരിക്ക് വേണ്ടി സമരം ചെയ്യുക, ശരിക്കൊപ്പം നിൽക്കുക, ശരിയുടെ ഭാഗത്തേക്ക് എല്ലാവരെയും കൂട്ടിക്കണക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ എനിക്ക് പിന്നെ ബോധ്യം വന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ ശരിയുടെ ആദ്യത്തെ വിത്ത് എൻ്റെ കൊച്ചു മനസ്സിലേക്ക് വിട്ടത് അമ്മമ്മയാണ്. CK വിശ്വനാഥൻ സഖാക്കളുടെ സഖാവായിരുന്നു, വേണമെങ്കിൽ അങ്ങനെ പറയാം. അദ്ദേഹത്തിന് 4ാം ക്ലാസ് വരെ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് മക്കൾ പഠിക്കണം, വായിക്കണം, അറിയണം എന്നുള്ള ഒരു വാശി, അതെങ്ങനെയാണ് താങ്കളിലേക്ക് എത്തിയത്? മാറ്റിയേ എപ്പോഴും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും. അതുകൊണ്ട് ആ കാലം എപ്പോഴും പറയല്ലേ, അത് ചീത്തക്കാലമായതുകൊണ്ടല്ല. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ചെത്തുതൊഴിലാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ പ്രയാസപ്പെട്ട അച്ഛനായിരുന്നു. അച്ഛൻ ഞങ്ങളൊക്കെ വിളിച്ച് പറയുമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ, നിങ്ങളുടെ അച്ഛന് 4ാം ക്ലാസ്സിനപ്പുറം പഠിക്കാൻ പറ്റിയിട്ടില്ല. അത് പഠിക്കാനുള്ള ആഗ്രഹക്കുറവുകൊണ്ടല്ല, പഠിപ്പിക്കാൻ പ്രാപ്തിയില്ലായിരുന്നു അച്ഛനും അമ്മയ്ക്കും, അതുകൊണ്ട് പറ്റിയിട്ടില്ല. ഇപ്പം നിങ്ങളുടെ സ്ഥിതി അങ്ങനെയല്ല. അമ്മയ്ക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു. അമ്മ LICയിലെ ഒരു ഡെവലപ്മെൻറ്റ് ഓഫീസറായിരുന്നു. അതുകൊണ്ട് സ്ഥിതി മാറി. ഇപ്പോൾ എത്ര നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നന്നായി പഠിക്കണം, പഠിത്തം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എവിടെ വരെ പഠിക്കണമോ അത്രയും പഠിക്കണം എന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു.
ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു പഴയ കത്ത്. അച്ഛൻ കുറേ കാലം ചികിത്സയ്ക്ക് വേണ്ടി, അന്ന് സോവിയറ്റ് യൂണിയനാണ്, അവിടെ പോയിരുന്നു. അത്ര അവശനിലയിലായിരുന്നു അച്ഛൻ ആ കാലത്ത്. പാർട്ടി അച്ഛനെ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ അയച്ചു. ആ കാലത്ത് നിങ്ങളൊക്കെ അന്ന് 8-ലോ 9-ലോ പഠിക്കുമായിരിക്കും. അച്ഛൻ അവിടുന്ന് കത്തയച്ചു. ഞങ്ങൾക്ക് 3 പേർക്ക് കൊണ്ട് കത്തയച്ചു. ആ കത്തിലും പറഞ്ഞതെല്ലാം ഇതായിരുന്നു, പഠിക്കുക എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതൊരു വലിയ ശക്തി മാത്രമല്ല. എനിക്കറിയാം, ഞാനിപ്പം CPI സെക്രട്ടറിയാണ്, നേതാവാണെന്ന് നോക്കിയാൽ അങ്ങനെയുള്ള ആളുടെ കണ്ടെന്നറിയാമോ? അയാൾ സംസാരിക്കുമ്പോൾ പഴയതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ശബ്ദം ഇടറിപ്പോകാമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ ആകാം, അല്ലെങ്കിൽ പാടില്ലായിരിക്കാം. പക്ഷെ എനിക്ക് സംഭവിക്കുന്നുണ്ട് അങ്ങനെ. ഞാൻ പക്ഷെ അതിനെപ്പറ്റി പശ്ചാത്തപിക്കുന്നില്ല. എൻ്റെ ഉറച്ച ബോധ്യം ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ കമ്മ്യൂണിസ്റ്റായാലും നേതാവായാലും എന്തായാലും അയാളുടെ മനസാക്ഷി ഉണ്ടെങ്കിൽ കണ്ണ് നിറയാൻ തോന്നിയാൽ കണ്ണ് നിറയട്ടെ, ശബ്ദം ഇടറിപ്പോയാൽ ഇടറട്ടെ എന്ന് ഞാൻ പറയുകയാണ്. എനിക്ക് ന്യായം പറയുകയല്ല, അത് എനിക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാൻ ന്യായം തേടിയ കാലത്ത് എന്നെ ആകർഷിച്ചത് ഫിദൽ കാസ്ട്രോ എഴുതിയിട്ടുണ്ട് അബൌട്ട് ദ ടു റെവല്യൂഷണറി. റെവല്യൂഷണറിക്ക് റൊമാൻറ്റിക്കാൻ അവകാശമുണ്ട്, ആകണം. അയാൾക്ക് എല്ലാ മനുഷ്യവികാരങ്ങളുടെയും കൂടെ നിൽക്കാനാകണം. കരയാനും ചിരിക്കാനും ആടാനും പാടാനും എല്ലാം കഴിയുന്ന ആൾക്ക് യഥാർത്ഥ വിപ്ലവകാരിയാകാൻ പറ്റുമെന്ന് പറയുന്ന കാസ്ട്രോയുടെ വാചകം അന്ന് വായിച്ചപ്പോൾ ഞാനതിനെ കൂടെ കൂട്ടിയതാണ്, പിടിവള്ളി പോലെ. ഇപ്പോഴും ആ പിടിവള്ളി എൻ്റെ കൂടെ ഉണ്ട്. അച്ഛന്റെ മകനാകുന്നതിൽ സന്തോഷിക്കുകയല്ല വേണ്ടത്, അതിൽ അഭിമാനിക്കുകയല്ല വേണ്ടത്. അതിൽ കരഞ്ഞാലും അത് അഭിമാനമല്ല. തീർച്ചയായിട്ടും അച്ഛൻ്റെ ജീവിതം ഒരു വലിയ ശക്തിയാണ്. അച്ഛൻ ശരിക്കും ധീരനായിരുന്നു, ധീരൻ. വൈക്കം P. കൃഷ്ണപിള്ളക്ക് ജന്മം കൊടുത്ത മണ്ണാണ്. സഖാവിൻ്റെ നാട്ടിൽ അന്നത്തെ കാലത്ത്, നിരോധിക്കപ്പെട്ട കാലത്ത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അന്ന് പാർട്ടി ബ്രാഞ്ചല്ല, അടിസ്ഥാന ഘടകം സെല്ലാണ്. ഒടുവിൽ കഴിയുന്ന പാർട്ടിയുടെ പുറത്ത് കണ്ടാൽ പോലീസ് പിടിക്കുന്ന കാലത്ത്, തല്ലിക്കൊല്ലുന്ന കാലത്ത് വൈക്കത്ത് ആദ്യമായി രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെല്ലിൻ്റെ സെക്രട്ടറി അച്ഛനായിരുന്നു. അച്ഛനാണ് വൈക്കത്തെ പാവങ്ങൾക്ക് എവിടെയും മുട്ടുവളയ്ക്കാതെ നിറഞ്ഞു നിൽക്കാനും അവകാശം ചോദിക്കാനും സമരം ചെയ്യാനും പ്രാപ്തി ഉണ്ടാക്കിയ ഒരു വലിയ സംഘം മനുഷ്യരുടെ നേതാവ് അച്ഛനായിരുന്നു. അവർക്കെല്ലാം മരണം വരെ അച്ഛൻ സഖാവായിരുന്നു, നേതാവായിരുന്നു. അവരുടെ CK ആണ് അച്ഛൻ. ഞാനിപ്പോഴും വൈക്കത്ത് പോയാൽ, ഇപ്പോൾ പോയാൽ പഴയ തലമുറ എന്നെ അറിയുന്നത് ബിനോയ് വിശ്വമായിട്ടല്ല, CKയുടെ മകൻ എന്നാണ് എൻ്റെ പേവിലാസ് അവിടെയൊക്കെ. അതിനേക്കാളും വലിയ സമ്പാദ്യത ഉള്ളത്, വലിയ സമ്പാദ്യമാണത്. അതുപോലെ അച്ഛൻ്റെ മകനാണ് ഞാൻ. എൻ്റെ അമ്മയുടെ പശ്ചാത്തലം മാറുന്ന, എൻ്റെ അമ്മയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അവിടെ ദാരിദ്ര്യമില്ലായിരുന്നു. അവരന്നത്തെ കാലത്ത് സാമാന്യം സമ്പന്നരായിരുന്നു. അമ്മയുടെ അച്ഛൻ ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. പേര് E. മാധവൻ എന്നാണ്. E. മാധവൻ അന്നത്തെ SNDP യോഗത്തിൻ്റെ, ഇന്നത്തെ അല്ല, അന്നത്തെ SNDP യോഗത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിരുന്നു. ആ സംഘടനാ സെക്രട്ടറി അന്ന് പുസ്തകം എഴുതി. അതിൻ്റെ പേര് സ്വതന്ത്ര സമുദായം എന്നായിരുന്നു. ആ പുസ്തകം പുറത്തിറങ്ങിയ അടുത്ത ആഴ്ച തന്നെ കണ്ടുകെട്ടപ്പെട്ടു. ബാൻഡ്. തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും ആ പുസ്തകം ഒരേ സമയം കണ്ടുകെട്ടപ്പെട്ടു. ഈ പുസ്തകം ആരും വായിക്കാൻ പാടില്ല, അത് നിരോധിക്കപ്പെട്ട പുസ്തകം. ആ പുസ്തകം പക്ഷേ അതുകൊണ്ട് തന്നെ രഹസ്യപ്പെട്ട പലരും വായിച്ചു. കല്ലച്ചിൽ കോപ്പിയെടുത്ത് ആ പുസ്തകം ആൾക്കാർ മാറി മാറി വായിച്ചു. പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അവരാദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അറിഞ്ഞതും ചിന്തിച്ചതല്ല, പാർട്ടിയെ പറ്റിയല്ല ചിന്തിച്ചത് ഈ പുസ്തകം വായിച്ചപ്പോഴാണ്. ആ പുസ്തകം ചിന്തകളിലൊരു വലിയ മാറ്റം ഉണ്ടാക്കിയ പുസ്തകം ആ കാലത്ത് കേരളത്തിൽ. അതിൻ്റെ ഊന്നൽ ഹിന്ദുമതത്തിൻ്റെ ജാതി വ്യവസ്ഥക്കെതിരെ പോരാട്ടമായിരുന്നു. ജാതിയാണ് ഹിന്ദുമതത്തിൻ്റെ ശാപമെന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ വാദിക്കുന്നുണ്ട്. അദ്ദേഹം ബ്രാഹ്മണ്യത്തെ മുച്ചൂട് തള്ളി പറഞ്ഞു. ഉപയോഗിച്ച ഭാഷ അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയായിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയത് ബ്രാഹ്മണ്യത്തിൻ്റെ പൂണുനൂല് കൊണ്ട് കെട്ടിവരിയപ്പെട്ട ഹിന്ദുമതത്തിൻ്റെ ഈ ചട്ടക്കൂട് പൊട്ടിച്ച് പുറത്തു വന്നാലല്ലാതെ ഈഴവർക്ക് മോചനമില്ല.
അതുകൊണ്ട് ഈഴവർ ഈ ബ്രാഹ്മണ്യ തടവറകളിൽ നിന്നും പുറത്തു കിടക്കണം. അവർക്ക് സുഹൃത്തുപരമായിട്ട് ജീവിക്കാനുള്ള ചരിത്രപരമായ കാര്യങ്ങളുണ്ട്, അവർക്കുള്ള അവകാശമുണ്ട്. ദേ ഷുഡ് കം ഔട്ട് ഫ്രം ദ ഹിന്ദുയിസം ആൻഡ് അവരൊരു പ്രത്യേക സൊസൈറ്റി ആയിട്ട് അവർ ജീവിക്കണം. അതാണ് ഇദ്ദേഹത്തിൻ്റെ വാദഗതി. ഇപ്പോഴും വായിച്ചാൽ ചിലപ്പോൾ ചില ഭാഗത്തെല്ലാം വായിച്ചാൽ അത്ര രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം എതിർക്കുകയാണ്. ഹിന്ദുമതത്തിലെ പല ദൈവസങ്കല്പങ്ങളെയും ജാതി വ്യവസ്ഥയെയും അനാചാരങ്ങളെയും എല്ലാം എതിർക്കുന്നൊരു പുസ്തകമായിരുന്നു അത്. അദ്ദേഹം പക്ഷേ കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാവരും സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റായി. അങ്ങനെ എൻ്റെ അമ്മയും കമ്മ്യൂണിസ്റ്റായി. അങ്ങനെ ആ വീട് മുഴുവൻ മക്കളെല്ലാം കമ്മ്യൂണിസ്റ്റ്, അച്ഛൻ കമ്മ്യൂണിസ്റ്റ് അല്ല. പക്ഷെ അപ്പൂപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾക്കാരെ സൽക്കരിക്കാൻ. അപ്പോൾ എൻ്റെ അച്ഛനോടൊക്കെ ഉള്ള കാലത്ത് കമ്മ്യൂണിസ്റ്റ് അല്ല, അവരെല്ലാം ഒന്ന് ഒളിവിലാണ്. പുറത്ത് കണ്ട പോലീസ് പിടിക്കും. ആ കാലത്ത് അവരൊക്കെ ഒളിവിൽ പാർക്കാൻ വേണ്ടി അവിടെ വന്നാൽ അച്ഛൻ്റെ അമ്മയുടെ മൂത്ത ചേട്ടൻ വലിയ കമ്മ്യൂണിസ്റ്റാണ്, വലിയ അമ്മാവൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ഇവരൊക്കെ വിട്ടു വരുമ്പോഴത്തേക്കും അപ്പോൾ ഇഷ്ടമാണ് അവരെല്ലാം സ്വീകരിക്കാൻ മാത്രമല്ല സൽക്കരിക്കാനും നല്ല ആഹാരം കൊടുക്കും. അന്നത്തെ കാലത്ത് ഓർക്കാനാകാത്തത്ര നല്ല ആഹാരം, മീൻ കറിയും ചിലപ്പോൾ ഇറച്ചിക്കറിയും പായസം എല്ലാം കൂട്ടി ആഹാരം എല്ലാം കൊടുത്ത്. പിന്നെ അന്ന് ആ വീടിൻ്റെ അടുത്തേക്ക് റോഡില്ല, ഒരു പുഴതീരത്തുള്ള വലിയ സ്ഥലത്താണ് ഇവരുടെ വീട്. ഒരിക്കലും അവിടെ പോലീസ് വെറുതെ പെട്ടെന്ന് വരില്ല. അത് സേഫായിട്ടുള്ളൊരു താവളമായിരുന്നു. അവരെല്ലാം അപ്പം സ്വീകരിക്കുമായിരുന്നു. അച്ഛൻ പറയും നിങ്ങളുടെ രാഷ്ട്രീയം തെറ്റാണ്, പക്ഷേ നല്ലവരാണ് നിങ്ങളെല്ലാവരും. ഇങ്ങനെ വാദിച്ചൊരു സ്വതന്ത്ര ചിന്തമായിരുന്നു അപ്പൂപ്പൻ. അങ്ങനെയൊക്കെ ഒരു ഇതിലാണ് ഞാൻ വരുന്നത്. ഇപ്പം അപ്പൂപ്പനെ പറ്റി പറഞ്ഞു സൽക്കാരപ്രിയനായിരുന്നു എന്ന്. അങ്ങനെയുള്ള അപ്പൂപ്പന്റെ കൊച്ചുമകൻ സ്വന്തം കല്യാണത്തിന് ആർഭാടമില്ല ശരി, പക്ഷെ അത്രയും വലിയ ആൾക്കൂട്ടം എറണാകുളം ടൗൺ ഹാളിൽ വന്നിട്ടും നാരങ്ങാവെള്ളം വേണ്ട എന്ന് ശഠിച്ചത് എന്തിനായിരുന്നു? അവർക്ക് ആ വന്ന ആളുകൾക്ക് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊടുക്കണ്ട, അത് ദൂർത്താണ് എന്ന് ചിന്തിച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇന്ന്? എനിക്ക് ഒന്നുറപ്പായി എന്നെ പറ്റി ഒരു ദിവസം കൊണ്ട് ഒരുപാട് പഠിച്ചിരിക്കുന്നു. ഒന്നും ആർക്കും അറിയില്ല. ജോലിയല്ലേ? ഇവിടെ റിസർച്ച് ഓൺ മീ. പക്ഷെ ആര് വന്നത് ഇന്നലെയാ പിക്ചറിലേക്ക് വന്നത്. ഇവിടെ നിൽക്കേണ്ട വേറൊരാളായിരുന്നു. ഡേറ്റ് മറിയപ്പോഴത്തേക്കും എല്ലാം മാറി. അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ദിവസമാണ്. ബട്ട് യു മേഡ് എ ഫാന്റാസ്റ്റിക് റിസർച്ച്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുണ്ടായത് എൻ്റെ കല്യാണം 80 പറഞ്ഞിരുന്നോ? എനിക്ക് ഒക്ടോബർ 10-ാം തീയതി. ഒക്ടോബർ 10-ാം തീയതി അത് കല്യാണം. 81 വയസ്സിലറിയാം. 81 തന്നെ. 81 ഒക്ടോബർ 10-ാം തീയതി കല്യാണം. പല മാസം ഭയങ്കര ചർച്ച ഉണ്ടായി വീട്ടിൽ. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ചർച്ചകൾ അച്ഛനും അമ്മയും മക്കളും കൂടെ എല്ലാം ചർച്ച ചെയ്യും ഏത് കാര്യങ്ങളും. അപ്പം അമ്മ പറഞ്ഞു, എടാ നമുക്ക് തോർത്തൊന്നും വേണ്ട, അത് അമ്മയ്ക്ക് ബോധ്യമാണ്. നമുക്ക് ചെറിയ കാപ്പി കൊടുക്കണ്ടേ, 2 ബിസ്ക്കറ്റും. ഞാൻ ഭയങ്കര വിപ്ലവകാരിയാണ്. ഞാനത് AISF ഓൾ ഇന്ത്യ സെക്രട്ടറിയാണ്. ഞാൻ പറഞ്ഞു ഇല്ലില്ല, ഒന്നും കൊടുക്കാൻ പാടില്ല. അമ്മ പിറ്റേന്ന് ചോദിച്ചു, നമുക്കൊരു ചായ വേണ്ട, കാപ്പി ബിസ്ക്കറ്റൊന്നും വേണ്ട, ഒരു നാരങ്ങ വെള്ളം. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, എൻ്റെ കല്യാണമാണ്, അതിനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഒന്നും കൊടുക്കരുത്. എൻ്റെ ഒരുപാട് സഹാക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നു നാനാ ഭാഗത്തു നിന്നും. ആ ടൗൺ ഹാളിൻ്റെ അകത്തും പുറത്തും വലിയ ആൾക്കൂട്ടായിരുന്നു. ഈ ബൈജു ചന്ദ്രൻ അങ്ങനെ വന്ന ഒരാളാണ്. ഒരാൾക്കും നാരങ്ങ വെള്ളം പോലും കൊടുത്തില്ല. ഞാൻ ചോദിച്ചത് ഇപ്പൊ തോന്നുന്നുണ്ടോ വെള്ളം കൊടുക്കായിരുന്നു? ഇന്നാണെങ്കിൽ ഞാൻ അമ്മയ്ക്ക് വഴങ്ങിയേനെ, ഇന്നാണെങ്കിൽ. പക്ഷെ അന്ന് ഞാൻ വഴങ്ങിയിട്ടില്ല. അതൊരു ഇന്നത്തെ എൻ്റെ ചിന്ത അങ്ങനെയായിരുന്നു. നമ്മൾ കുട്ടിക്കാലത്തെ കുറിച്ച് സംസാരിച്ചു. നമുക്ക് കൗമാരത്തിലേക്ക് വന്നാം. ഇപ്പൊ പലരും കോളേജൊക്കെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കോളേജിൽ ഇന്ന വിഷയം ഇതായിരിക്കണം, ഐച്ഛിക വിഷയം, ഇന്ന കോളേജ് പഠിക്കണം, അതൊക്കെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ബിനോയ് വിശ്വം എന്ന വ്യക്തി മഹാരാജാസ് കോളേജ് എന്തിനാണ് തെരഞ്ഞെടുത്തത്? പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? ഞാൻ AISF പ്രവർത്തനം എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ സംഘടന വളരെ ചെറുതായിരുന്നു, ന്യൂമറിക്കലി ചെറുതായിരുന്നു. അന്ന് ആ കാലത്ത് പറഞ്ഞാൽ പ്രതാപത്തിൻ്റെ എല്ലാ പ്രതാപമുള്ള KSU പതുക്കെ താഴത്തേക്ക് വരുന്നു. ആ ഗ്യാപ്പിലേക്ക് SFI പ്രതാപം നേടാൻ വേണ്ടി തള്ളിക്കയറുന്നു. നടുക്ക് ഞങ്ങൾ തീരെ ചെറിയ സംഘടനയായിരുന്നു, എണ്ണം വളരെ ചുരുക്കമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത് എന്നും വരട്ടെ, ആൾ കുറഞ്ഞാലും കുഴപ്പമില്ല, തർക്കങ്ങളൊക്കെ വന്ന് ഞങ്ങൾ മുന്നോട്ട് പോകില്ല. അവിടെ അന്നത്തെ ക്യാമ്പസ് എല്ലാം സജീവമായിരുന്നു.
ഇന്നത്തെ ക്യാമ്പസിലേക്കുള്ള പല മടങ്ങ് സജീവമായിരുന്നു. ഞങ്ങൾ ആ കാലത്ത് രാഷ്ട്രീയം മുഴുവൻ പറയും, ലോകരാഷ്ട്രീയം പറയും, ഇന്ത്യൻ രാഷ്ട്രീയം പറയും, സാഹിത്യം പറയും, പുസ്തകം പറയും, എല്ലാം പറയും. ഞങ്ങളെല്ലാവരും അത് ആക്റ്റീവായിരുന്നു. ഈ ISFൻ്റെ 8-10 പേരുള്ളത് ആക്റ്റീവായിരുന്നു. ഞങ്ങൾക്ക് അന്ന് കൈമുതൽ അതായിരുന്നു, ആക്റ്റീവായിട്ട് ഇടപെടുക തന്നെ. ഇപ്പോഴൊരു ഓർമ്മയുണ്ട്, ഒരു വലിയ ചർച്ച ഉണ്ടായിട്ട് ഒട്ടിക്കരുത്. മഹാരാജ് കോളേജിൽ ഞാൻ BA പഠിക്കുന്നു, ഐസക്ക് MA പഠിക്കുന്നു. ഐസക്ക് ഞാനും കൂടെ ഒരു വലിയ സംവാദം ഉണ്ടായി അടിയന്തരാവസ്ഥയെപ്പറ്റി. ഞങ്ങളുടെ CPO സ്റ്റാൻഡ് വേറൊന്നായിരുന്നു അന്ന്, CPO സ്റ്റാൻഡ് വേറൊന്നായിരുന്നു. അതേപ്പറ്റി വളരെ ചെറിയ മട്ടിൽ ഐസക്കും ഞാനും കൂടെ ആരംഭിച്ച ചർച്ച പെട്ടെന്ന് ശബ്ദം ഉയർന്നു പൊങ്ങി വാദപ്രതിവാദങ്ങളായി. ഒരുപാട് പേര് ചുറ്റും കൂടി, ഒരുപാട് പേര്. ചിലപ്പോൾ ചിലർ ആർത്ത് വിളിക്കുന്നു, ചിലർ കൈകടിക്കുന്നു, ചിലർ കുക്ക് വിളിക്കുന്നു. എനിക്ക് കിട്ടിയത് കൂടുതൽ കുക്ക് വിളി, കാരണം ഐസക്ക് ചെറുതാണല്ലോ, ഐസക്കിനായിരുന്നു കൈകടി കൂടുതൽ. പക്ഷേ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ പക്ഷെ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല. ഞങ്ങളിങ്ങനെ നിന്ന് വാദിക്കും. അങ്ങനെയുള്ള ISFന് അന്നത്തെ കാലത്ത് ആദ്യമായിട്ട് സെൻറ്റ് പോൾസ് കോളേജിൽ ഒരു ചെയർമാൻ സീറ്റ് ഉണ്ടായി. അന്ന് ചെയർമാനുമാണ്, കൗൺസിലറുമാണ്. ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജാണ് കളമശ്ശേരി സെൻറ്റ് പോൾസ് കോളേജ്. ഞാനവിടെ ചെയർമാനായി. അപ്പം ഞാൻ സന്തോഷമില്ല, നാച്ചുറലി ഓർക്കാപ്പുറത്ത് ചെയർമാനായിരിക്കുകയാണ്. എല്ലാ ISFകാർക്കും സന്തോഷമായി, കേരളം മുഴുവനും. ആദ്യമായിട്ട് ISFകാർ കുറേ ഏറെക്കാലം കൂടി ജയിക്കുകയാണ്. അപ്പം അതേപ്പറ്റിയുള്ള ചർച്ച കിടക്കുമ്പോഴത്തേക്കും അവിടെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ UC കോളേജിലൊക്കെ പോയാൽ ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ ജയങ്ങൾ കിട്ടിയേക്കാം. ഞാൻ ജില്ലാ സെക്രട്ടറിയാണ് അന്ന് ISFൻ്റെ ആ കാലത്ത്. അപ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ കമ്മിറ്റി പറഞ്ഞു, ബിനോയ് പറയുന്നതും ചേരാൻ പാടില്ല, നമുക്ക് ആരും ഇല്ല മഹാരാജ് കോളേജിൽ, അവിടെ ചേരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചേർന്നു. തീരുമാനിച്ചത് ISF ജില്ലാ കമ്മിറ്റിയാണ്. അവിടെ ചേർന്ന് ഞങ്ങൾ ആ പാട് 6-7 പേരേ ഉള്ളൂ. ഒന്നാമത്തെ ഇലക്ഷൻ വന്നു. ഞാൻ മത്സരിക്കേണ്ടത് സംശയമില്ല ചെയർമാൻ സ്ഥാനത്തേക്കാണ്. എനിക്ക് 1000 വട്ടം ഉറപ്പാണ് ഞാൻ ധൈര്യമായിട്ട് തോറ്റു പോകുന്നു. പക്ഷേ മത്സരിക്കണം, സംഘടനയ്ക്ക് വേണ്ടി മത്സരിച്ചു. കിട്ടിയ വോട്ട് വളരെ വളരെ ചെറുതായിരുന്നു, വളരെ ചെറുതയോ. ഞാൻ പറഞ്ഞുതരാം. 32. അതെ, 32 വോട്ടാണ് കിട്ടിയത്. അന്ന് CPM ഒന്നും വളരെ ഇന്നത്തെ പോലെയല്ല, സൗഹൃദപരമല്ല. ദേശാഭിമാനിയുടെ അന്നത്തെ ഫ്രണ്ട് പേജിൽ ഒരു ബോക്സ് വാർത്തയാണ്, അഖില ലോകന്മാരുടെ ജനപിന്തുണ. അതാണ് എൻ്റെ ഹെഡിങ്. എൻ്റെ ഈ 32 വോട്ടാണ് കഥാവിഷയം. അപ്പം ആ കാലത്ത് ഞങ്ങൾക്ക് വലിയ പ്രശ്നം, ഞങ്ങൾക്ക് കുറച്ചുപേരെ അറിയാം. ISF ആയ ഒരു 12 പേര് ഞങ്ങൾക്ക് അറിയാം. 32 പേര് കിട്ടിയപ്പോൾ അത്ഭുതമായി, ആരാ 20 പേര് വേറെ വോട്ട് ചെയ്തത്. ഞങ്ങളെല്ലാവരും കൂടെ കഴിഞ്ഞ അടുത്തൊരു 3-4 ദിവസങ്ങൾ അന്വേഷിക്കുകയാണ്, ഞങ്ങൾക്ക് വോട്ട് ചെയ്ത ബാക്കി ആൾക്കാർ ആരാണ്, ഇപ്പോഴും അറിയാൻ പാടില്ല.